ഹലോ ഗൈസ്, വൈച്ചു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാച്ചസ് കേബിള് ക്രിമ്പ് ചെയ്യാനുള്ള ആവശ്യമുള്ള ടൂൾസിൽ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഇതാണ് ഈ ക്യാച്ചസ് കേബിള്. cctv ക്ലാരിറ്റി കൂട്ടാനും IP ക്യാമറ, ഇൻ്റർനെറ്റ് കേബിളിംഗ് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ക്യാച്ചസ് കേബിള് ക്രിമ്പ് ചെയ്യാനുള്ള ക്രിമ്പിംഗ് ടൂളാണിത്. rj45 ക്രിമ്പിംഗ് ടൂള്. അപ്പോൾ 450 രൂപേൻ്റെ അടുത്ത് വരെയുള്ളത്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ഫുൾ വർക്ക് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പോൾ കേബിളിനെ കഴിഞ്ഞ വീഡിയോയിൽ കളർ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഓർമ്മ ഇല്ലാത്ത ഒന്നും കൂടെ വീഡിയോ കണ്ട് ആ കളർ കോഡിൻ്റെ ചാർട്ട് എഴുതി വെക്കുന്നുണ്ടായിരിക്കും. ഈ ടൂളിൻ്റെ ഈ ഭാഗം വെച്ച് ഈ കേബിൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും സ്ട്രൈറ്റ് ആയിട്ട്. ഇത് കട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. ഇതിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ഈ സ്ലോട്ട് വെച്ചിട്ട് ഈ കേബിളിൻ്റെ സ്ലീവ് എടുക്കാം. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അധികം അമർത്തരുത്, അമർത്തിയാലേ കട്ടായി പോകും. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. അതിനുശേഷം ഓരോ പെയറും മാറ്റി വെക്കാം. ഉള്ളിലുള്ള ഇത് കട്ട് കളയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ cctv ടെക്നീഷ്യൻ പാർട്ട് 3 വീഡിയോ ആണ്. ഇതിൽ rj45 ക്യാച്ചസ് കേബിള് rj45 സോക്കറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ക്രിമ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. എല്ലാ കേബിളിനെ സ്ട്രൈറ്റ് ചെയ്യുക. അപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാനത് ഫാസ്റ്റായി ചെയ്യണത്. ഒന്നുകൂടെ കളർ കോഡ് പറഞ്ഞുതരാം. ഓറഞ്ച് വൈറ്റ്, ഇടത് ഭാഗത്തു നിന്ന് ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇതാണ് ഇതിൻ്റെ കളർ കോഡ്. rj45 അടിക്കാനുള്ള ക്രിമ്പ് ചെയ്യാനുള്ള കളർ കോഡ് ഇതാണ്. നല്ലൊരു സ്ട്രൈറ്റ് ചെയ്യണം കേബിൾ, അല്ലെങ്കിൽ ആ സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കേബിൾ കയറില്ല. നല്ല വൃത്തിയായിട്ട് ശേഷം ഈ സോക്കറ്റ് നമ്മൾ പിടിക്കേണ്ടത് ഇടത് ഭാഗത്തു നിന്നാണ് കളർ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ സോക്കറ്റിൻ്റെ ക്ലിപ്പുള്ള ഭാഗമുണ്ട്, സോക്കറ്റിൻ്റെ ക്ലിപ്പുള്ള ഭാഗത്തിന് താഴേക്ക് പിടിക്കുക. ഇങ്ങനെ പിടിച്ചാൽ ക്രിമ്പിങ് തെറ്റും. ക്ലിപ്പുള്ള ഭാഗത്തിന് നേരെ താഴേക്ക് പിടിക്കുക, ക്ലിപ്പിന് താഴോട്ട് പിടിക്കുക. എന്നിട്ട് ഈ സോക്കറ്റ് ഇങ്ങനെ വരും. ഈ സോക്കറ്റിൻ്റെ ഈ കാണുന്ന കട്ടിങ്ങിലേക്ക് ഈ PVC കോട്ടിങ് ലേശം കയറി നിൽക്കണം. കാരണം കേബിള് അതിലാണ് അമർന്ന് നിൽക്കുക. ക്രിമ്പ് ചെയ്യുമ്പോൾ ഇത് പ്രസ്സാവും, കേബിൾ അമർന്ന് നിൽക്കും, കേബിൾ പുറകോട്ട് വലിഞ്ഞു വരാതിരിക്കും. അപ്പം ഇങ്ങനെ സോക്കറ്റ് വെക്കുക. സോക്കറ്റ് വെച്ചിട്ട് ഈ ഫ്രണ്ട് പിന്നില്ലേ, ഈ കാണുന്നത്, ഇവിടെ വരെ അളവെടുക്കുക. നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷർമെൻറ്റ് മനസ്സിലാവും. അതിനുശേഷം ടൂളിൻ്റെ ഈ ബ്ലേഡ് വെച്ച് തന്നെ സ്ട്രൈറ്റ് കട്ട് ചെയ്യുക. സ്ട്രൈറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ സോക്കറ്റിൽ നേരത്തെ പറഞ്ഞാൽ ക്ലിപ്പുള്ള ഭാഗം, ഇതിൻ്റെ ക്ലിപ്പുള്ള ഭാഗം താഴോട്ടാക്കുക. കേബിൾ നമ്മൾ കട്ട് വെച്ചിട്ടുണ്ട്.
ഈ ലെയറുകൾ അങ്ങോട്ട് മാറാതെ ഓറഞ്ച് ആയിട്ട് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ എന്ന ക്രമത്തിൽ തന്നെ അടുക്കി വെച്ച് സോക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കേബിളിനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കേബിളിൻ്റെ എൻഡ്, ഈ സോക്കറ്റിൻ്റെ ഈ എൻഡിൽ വന്ന് നിൽക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ക്രിമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേബിൾ വലിഞ്ഞു കോണ്ടാക്റ്റ് കിട്ടില്ല. ഈ പിന്നുകളായിട്ടുള്ള കോണ്ടാക്റ്റ് കിട്ടില്ല. അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ആ കേബിളിൻ്റെ എൻഡ് കോപ്പർ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇപ്പം എല്ലാം ഓക്കെയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ PVC ഇതിൻ്റെ ഷീൽഡ് പുറത്തുള്ള കോട്ടിങ് ഈ കട്ടിങ് വരെ കയറി നിൽക്കണം, എന്നാലേ ക്രിമ്പ് ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ. കേബിൾ പുറത്തേക്ക് വലിച്ചു നിന്നാൽ എന്തെങ്കിലും വലിക്ക് പിടിക്കുക ചെയ്താൽ കേബിൾ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഇതാണ് നീറ്റായിട്ടുള്ള ക്രിമ്പിങ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കോപ്പർ ഫ്രണ്ടിൽ തെളിഞ്ഞ് കാണണം, ഇത് കറക്റ്റ് കയറിയിരിക്കണം PVC കോട്ടിങ് ഇവിടെ വരെ. അതിനുശേഷം നമുക്കിത് ക്രിമ്പിൻ്റെ ഉള്ളിൽ വെച്ച് ക്രിമ്പ് ചെയ്യാം. അപ്പോൾ ഈ ക്രിമ്പിൻ്റെ ഉള്ളിലെ മുകളിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് ക്ലിപ്പ് കയറാനുള്ള, അതേപോലെ തന്നെ ഉള്ളിലേക്ക് കറക്റ്റ് കയറിപ്പോവും. എന്നിട്ട് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. ഓക്കെ, പ്രാവശ്യം പിടിച്ച ക്രിമ്മിങ്ങായി. അതിന് പതിപ്പൂരെടുക്കാം. ഇതാണ് ഒരു ക്യാഷസ് കേബിൾ. ക്യാമറയ്ക്കായാലും ഇൻ്റർനെറ്റിനായാലും നമ്മൾ ക്രിമ്പ് ചെയ്യുന്ന രീതി. അപ്പോൾ വീഡിയോ ബലൂൺ നമ്മൾ ക്യാമറയിൽ ഉപയോഗിക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസിലും പിന്നെ ക്ലിയർ കൂടാനും വേണ്ടിയിട്ടാണ് വീഡിയോ ബലൂൺ ഉപയോഗിക്കുന്നത്. നല്ല ക്ലാരിറ്റി ആയിരിക്കും, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ്. അപ്പം നല്ല വൃത്തിയോടെ ചെയ്യാനും പറ്റും വീഡിയോ ബലൂൺ ഉപയോഗിക്കുമ്പോൾ. വീഡിയോ ബലൂൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമറ സൈഡും ഒരു DVR സൈഡും. ക്യാമറ സൈഡ് നമ്മൾ തിരിച്ചറിയുന്നത് ക്യാമറയുടെ ഇത് കണ്ടില്ലേ, ഇത് ഫീമെയിൽ സോക്കറ്റാണ്, DC സോക്കറ്റ്. ഇത് മെയിൽ പിന്നും. അപ്പം ഈ സൈഡ് ഇങ്ങനെ വരുമ്പോൾ ഇത് ക്യാമറ സൈഡാണ്. നമ്മളിങ്ങനെ കണക്ട് ചെയ്യും ക്യാമറേനെ. അതിനുശേഷം നമ്മൾ ക്രിമ്പ് ചെയ്ത rj45 സോക്കറ്റ് ഇതിനുള്ളിലേക്ക് പ്ലഗിൻ ചെയ്യും. അപ്പോൾ ക്യാമറ സൈഡ് ഇങ്ങനെയാണ് ഫിനിഷ് ആയിട്ടുണ്ട്. DVR സൈഡിലേക്ക് ചെയ്യുന്നത് ഇത് DVR സൈഡാണ്, ഫീമെയിൽ DC സോക്കറ്റ്. ഇത് DVRൻ്റെ പുറകുവശത്ത് നമ്മൾ കണക്ട് ചെയ്യും. ഇത് നേരെ കഴിഞ്ഞ വീഡിയോ കാണിച്ച DC വയേർഡ് പിന്നുണ്ട്, ആ പിന്ന് ഉപയോഗിച്ച് ഇതിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു തുമ്പ് നമ്മൾ പവർ സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കും. അത് വരുന്ന വീഡിയോകളിൽ പവർ സപ്ലൈ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 4 നമുക്ക് വീണ്ടും കാണാം.